അത് പറയണ്ടേ അജിതോട് പറഞ്ഞ് എന്താ രാവിലെ കഴിച്ച ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നൊന്നും ഉണ്ടാക്കിയില്ല ഇന്ന് കഞ്ഞിയാണ്. നീ കഞ്ഞി കുടിക്കുക, നീ ഒരു കഞ്ഞിയാണോ? അയ്യേ, ഇന്നത്തെ കാലത്ത് ആര് കഞ്ഞി കുടിക്കും? നാണമില്ല എനിക്ക് കഞ്ഞി കുടിക്കാൻ സമയത്താണ് കയറി വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചേ, കഞ്ഞി മോശം ഭക്ഷണമല്ല, ഞാനും കഞ്ഞി കുടിക്കും, എനിക്ക് കഞ്ഞിയാണ് ഏറ്റവും ഇഷ്ടം, കഞ്ഞി നല്ല ഭക്ഷണമാണ് പറഞ്ഞു. അപ്പോൾ പിന്നെ 36 മിണ്ടില്ല. എന്നിട്ട് പറഞ്ഞ ഇഡ്ഡലിയുടെയും ദോശയുടെയും ജന്മനാട് ഏതാണ് പറഞ്ഞു. ഈ കഞ്ഞിയെ കളിയാക്കിയ ആൾക്കുള്ളതാണ് ഈ ഉത്തരം. പിന്നെ ആൾ ഉത്തരം തന്നില്ല, ആളെ പിന്നെ കാണാൻ ചെയ്യാം. അങ്ങനെ 2-3 ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് ഇട്ട് കൊടുത്തപ്പോൾ പിന്നെ കഞ്ഞിനെ എവിടെയും കാണാൻ. അപ്പോൾ അജിതോട് ചോദിച്ചാൽ ആ കഞ്ഞി പോയ അജിത ചോദിച്ചു, ആ കഞ്ഞി പോയി എന്നാ തോന്നുന്നത്. സരസമ്മ അവരൊക്കെ ഗവൺമെൻറ് ജോലിയുള്ളതല്ലേ, എന്നാൽ ആ കഞ്ഞി വരുമ്പോൾ പറഞ്ഞേക്കോ ഇതിൻ്റെ ഉത്തരം പറയാം, എന്നിട്ട് മതി ആ കഞ്ഞി ലൈവിലേക്ക് വരിക പറഞ്ഞു. അവനാൻ കഴിക്കണ ഭക്ഷണത്തിൻ്റെ ഉത്ഭവം എവിടുന്നാന്ന് അറിയാത്ത കഞ്ഞി മറ്റ് കഞ്ഞിനെ കളിയാക്കാൻ പാടുണ്ടോ? ഞാൻ കഞ്ഞിനെ കളിയാക്കി കഴിഞ്ഞാൽ ആ കഞ്ഞിനെ ഞാൻ വെറും കഞ്ഞിയാക്കി വിടും. ഒരു തൊട്ട് നാക്കാൻ, നാവിൽ തൊട്ട് നാക്കാൻ ചമ്മന്തി ഉണ്ടാവില്ല, നാവിൽ തൊട്ട് നാക്കാൻ അച്ചാറുണ്ടാവില്ല, ഒരു കണലിൽ ചുട്ട പപ്പടം പോലും കൊടുക്കില്ല. അങ്ങനെ കഞ്ഞിയാക്കി വിടും. കഞ്ഞിനെ